ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രി ലെവൽസുമായി ബന്ധപ്പെട്ട ഒരു സയൻസ് ചോദ്യത്തിന്റെ കണക്റ്റഡ് പോയിന്റ്സ് ആണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നോക്കാം. ലോഹ സ്വഭാവമുള്ളതും ലോഹങ്ങൾ കലർത്തി ലഭിക്കുന്നതുമായിട്ടുള്ള മെർക്കുറിയുടെ ലോഹസങ്കരങ്ങൾ പരിഗണിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ലോഹമാണ് അമാൽഗങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻസ്: മാംഗനീസ്, ഇരുമ്പ്, പ്ലാറ്റിനം, നിയോബിയം. ഇത് കഴിഞ്ഞ 2022 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ വന്നിരിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ലോഹ സ്വഭാവമുള്ളതും ലോഹങ്ങൾ കലർത്തി ലഭിക്കുന്നതും ആയിട്ടുള്ള ഒരു സെക്കൻഡ്, ഞാൻ ചോദ്യം ഒന്നുകൂടെ എടുത്തോട്ടെ. ലഭിക്കുന്നതുമായ പദാർത്ഥങ്ങളാണ് അലോയി എന്ന് പറയുന്നത്. മെർക്കുറിയുടെ ലോഹസങ്കരങ്ങൾ പരിഗണിക്കുമ്പോൾ താഴെ പറയുന്ന ഏത് ലോഹമാണ് അമാൽഗംസ് ഉണ്ടാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ആൻസർ മാംഗനീസും നിയോബിയവും ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആൻസർ വന്നത് എന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പം നമ്മൾക്ക് ഒന്ന് രണ്ട് പോയിന്റുകൾ ഇവിടെ അഡീഷണലി പഠിച്ചു വെക്കാനുണ്ട്. അപ്പൊ അമാൽഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മെർക്കുറിയുമായിട്ട് ചേരുന്ന സമയത്താണ് ഏതുണ്ടാവുന്നത്, അമാൽഗംസ് ഉണ്ടാവുന്നത്. അതായത് അമാൽഗം എന്ന് പറഞ്ഞത് ഒരു സോളിഡ് ആണ്, ലിക്വിഡ് ആവാം, പേസ്റ്റ് ലൈക്ക് ആവാം, ഡിപ്പെൻഡിങ് ഓൺ ദ പോർഷൻ ഓഫ് ദ മെർക്കുറിയുടെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് ഇത് ലിക്വിഡ് ആവാം, സോളിഡ് ആവാം, പേസ്റ്റ് ലൈക്ക് ആകാം അമാൽഗം എന്ന് പറഞ്ഞത്. എല്ലാ മെറ്റൽസും അമാൽഗംസ് ഉണ്ടാക്കാറുണ്ട്. ആരൊക്കെ പറ്റത്തില്ല? അയണും പ്ലാറ്റിനവും ടങ്സ്റ്റണും ടൻടാലവും ഒഴിച്ച് ബാക്കി എല്ലാം എന്തുണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അമാൽഗംസ് ഉണ്ടാകും. അതായത് മെർക്കുറിയുമായിട്ട് വേറെ ലോഹങ്ങൾ ചേരുമ്പോഴാണ് ഏതുണ്ടാവുന്നത്? അമാൽഗം ഉണ്ടാവുന്നത്. പക്ഷേ 4 കാര്യങ്ങൾ പറ്റത്തില്ല: അയണും പ്ലാറ്റിനവും ടങ്സ്റ്റണും ടൻഡാലവും. എന്തൊക്കെയാണ്? അയൺ, പ്ലാറ്റിനം, ടങ്സ്റ്റൺ ആൻഡ് ടൻഡാലം. ഇത് 4ഉം നമ്മൾ പഠിച്ചു വെക്കണം. നമ്മളുടെ ഓപ്ഷനകത്ത് അയണും പ്ലാറ്റിനവുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ബാക്കി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. മാംഗനീസും നിയോബിയവും എന്താണ്? ഏതുണ്ടാക്കാൻ പറ്റുന്നതാണ്? അമാൽഗം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. മെർക്കുറിയുമായിട്ട് ചേർന്ന് എന്തുണ്ടാക്കാം? അമാൽഗംസ് ഉണ്ടാക്കാം. പക്ഷെ ഏതൊക്കെ പറ്റത്തില്ല? ഇരുമ്പും പ്ലാറ്റിനവും ടങ്സ്റ്റണും ടൻഡാലവും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഇനി വേറെ ഓപ്ഷനകത്ത് ടങ്സ്റ്റണും ടൻഡാലവും മേ ബി വരാവുന്നതാണ്. അപ്പം ഇനി എന്തൊക്കെ തരത്തിലുള്ള അമാൽഗംസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെന്റൽ ആയിട്ടുള്ള അമാൽഗം ഉണ്ട്, ഗോൾഡ് അമാൽഗം ഉണ്ട്, സോഡിയം അമാൽഗം, അലൂമിനിയം അമാൽഗം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതുണ്ട്. അപ്പം സിൽവറും ടിന്നും കോപ്പറും മെർക്കുറിയും കൂടെ ചേർന്നിട്ടാണ് ഡെന്റൽ ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള അമാൽഗം. ഡെന്റൽ അമാൽഗം കൺസിസ്റ്റ് ഓഫ് സിൽവർ, കോപ്പർ, ടിന്ന് ആൻഡ് മെർക്കുറി ആണ്. ഗോൾഡ് അമാൽഗം എന്ന് പറയുന്നത് ഗോൾഡിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ അയിരിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോൾഡ് അമാൽഗം യൂസ് ചെയ്യുന്നത്. സോഡിയം അമാൽഗം ആണെങ്കിൽ സം കെമിക്കൽ റിയാക്ഷൻസ് ആസ് എ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് സോഡിയം അമാൽഗം യൂസ് ചെയ്യുന്നത്. ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അലൂമിനിയം അമാൽഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോം ആൻ അമാൽഗം വിത്ത് മെർക്കുറി ആൻഡ് ദിസ് അമാൽഗം ക്യാൻ റിയാക്ട് വിത്ത് വാട്ടർ. ഇപ്പൊ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും ഏതാ? അലൂമിനിയം അമാൽഗം എന്ന് പറയുന്നത്. ഇപ്പൊ ഡെന്റൽ അമാൽഗത്തിനകത്ത് സിൽവറും കോപ്പറും ടിന്നും മെർക്കുറിയും എന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. കാരണം ഡെന്റൽ അമാൽഗം എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. ഗോൾഡ് അമാൽഗം പഠിച്ചു വെക്കണം. ഗോൾഡിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. സോഡിയം അമാൽഗം ആണെങ്കിൽ ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അലൂമിനിയം അമാൽഗം ആണെങ്കിൽ ഇറ്റ് ക്യാൻ റിയാക്ട് വിത്ത് വാട്ടർ ആണ്. ഇനി അമാൽഗം എന്ന് പറഞ്ഞത് അലോയ് ഓഫ് മെർക്കുറി വിത്ത് അനദർ മെറ്റൽ. ഏതൊരു ലോഹവും മെർക്കുറിയുമായിട്ട് ചേരുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്? അമാൽഗം ഉണ്ടാവുന്നത്. ദീസ് അലോയ്സ് ആർ ഫോംഡ് ത്രൂ മെറ്റാലിക് ബോണ്ടിങ് വിത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസ് ആൻഡ് പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ അയോൺസ്. അപ്പം ഇവിടെ നമ്മൾക്ക് ഉണ്ടാകുന്ന മെറ്റാലിക് ബോണ്ടിങ്ങിനകത്ത് എന്തുണ്ടാവുന്നുണ്ട്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. ദെൻ സിൽവർ ടിൻ അമാൽഗം ഈസ് യൂസ്ഡ് ഫോർ ഡെന്റൽ ഫില്ലിംഗ്. നമ്മളിപ്പോ പറഞ്ഞായിരുന്നല്ലോ, സിൽവറും കോപ്പറും ടിന്നും മെർക്കുറിയും കൂടെ ചേരുമ്പോഴാണ് ഈ പറയുന്ന ഡെന്റൽ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള അമാൽഗംസ് ഉണ്ടാവുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ അലോയ്സ് ഒക്കെ ആക്കുന്നത്? അലോയ് രീതിയിലേക്ക്, അതായത് മെറ്റല് തമ്മിൽ ചേർത്തിട്ടാണല്ലോ ലോഹ സങ്കരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ടു മോഡിഫൈ ദ അപ്പിയറൻസ് ആൻഡ് കളർ, ടു മോഡിഫൈ കെമിക്കൽ ആക്ടിവിറ്റി,
ടു ലോവർ ദ മെൽട്ടിംഗ് പോയിന്റ് ലോവർ ആക്കാനും നമ്മൾ അലോയ് ആക്കാറുണ്ട്. ടു ഇൻക്രീസ് ഹാർഡ്നെസ് ആൻഡ് ടെൻസൈൽ സ്ട്രെങ്ത്, അതിന്റെ കടുപ്പമൊക്കെ കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടിയിട്ട്. ടു ഇൻക്രീസ് റെസിസ്റ്റൻസ് ടു ഇലക്ട്രിസിറ്റി, എന്താണ് അതായത് വൈദ്യുതിയുടെ പ്രതിരോധം കൂട്ടാൻ വേണ്ടിയിട്ടും ഈ അലോയിങ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടു മോഡിഫൈ അപ്പിയറൻസ് ആൻഡ് കളർ, അതിന്റെ അപ്പിയറൻസും കളറും മാറ്റാൻ വേണ്ടി. ഇപ്പൊ സ്വർണം നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ തന്നെ അതിനകത്ത് കുറച്ച് പെർസെന്റേജ് ഉണ്ടായിരിക്കും, ചെമ്പ് ഉണ്ടായിരിക്കും അല്ലെ. കുറച്ചുകൂടെ എന്ത് കിട്ടാൻ വേണ്ടിയാണ്? ഹാർഡ്നെസ് കിട്ടാൻ വേണ്ടിയാണ്. ടു ഇൻക്രീസ് ദ ഹാർഡ്നെസ് ആൻഡ് ടെൻസൈൽ സ്ട്രെങ്ത്, ടു ലോവർ ദ മെൽട്ടിംഗ് പോയിന്റ് ലോവർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മെറ്റലിനെ വേറൊരു മെറ്റലോട് ചേർത്ത് വെക്കും അല്ലെ. അപ്പൊ അത് മെൽട്ടിംഗ് പോയിന്റ് ലോവർ ആക്കാൻ വേണ്ടിയിട്ടും. പിന്നെ ഇലക്ട്രിസിറ്റിയുടെ റെസിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ടും, ടു ഇൻക്രീസ് റെസിസ്റ്റൻസ് ടു ഇലക്ട്രിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അലോയിങ് ആക്കും. ഓക്കെ, ഇനിയും നമുക്ക് കുറച്ചുകൂടെ വേറെ കാര്യങ്ങൾ പഠിക്കും. ആ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി പീരിയോഡിക് പ്രോപ്പർട്ടി, അതായത് അറ്റോമിക് റേഡിയസ് കൂടുന്നതനുസരിച്ച് പീരിയഡ്സിൽ എന്ത് സംഭവിക്കുന്നു, ഗ്രൂപ്പിൽ എന്ത് സംഭവിക്കുന്നു, അയണൈസേഷൻ എനർജി, ഇലക്ട്രോൺ അഫിനിറ്റി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഇതൊക്കെ പീരിയഡ്സിൽ എന്ത് സംഭവിക്കുന്നു എന്ന കാര്യങ്ങളോട് നമുക്കൊന്ന് നോക്കി വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പം അറ്റോമിക് റേഡിയസ് പീരിയഡ്സിലാവുമ്പം എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട് പീരീഡ്സിൽ. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതാണ് പീരീഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ അറ്റോമിക് റേഡിയസ് കുറഞ്ഞു വരുന്നുണ്ട്. അയോണിക് റേഡിയസും എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു വരുന്നു. പീരീഡ്സിൽ അറ്റോമിക് റേഡിയസ് ആൻഡ് അയോണിക് റേഡിയസ് കുറയുന്നു. പക്ഷെ ഗ്രൂപ്പിലാകുമ്പം എന്ത് ചെയ്യുന്നുണ്ട്? തപ്പോട്ട് വരുന്നതോറും ആറ്റത്തിന്റെ വലിപ്പം കൂടി വരുന്നുണ്ട്. അപ്പം അറ്റോമിക് റേഡിയസും അയോണിക് റേഡിയസും എന്താവുന്നുണ്ട്? ഗ്രൂപ്പിൽ ഇൻക്രീസ് ചെയ്യുകയും പീരീഡ്സിൽ കുറയുകയും ചെയ്യുന്നു. അത് സ്ഥിരമായിട്ട് 10th ലെവൽസിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനി അയോണൈസേഷൻ എനർജി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം നമുക്ക് ഡിഗ്രി ലെവൽസിന് ചോദിച്ചു വരുന്നുണ്ട്, +2 ലെവൽസിനും ഉണ്ട്. അപ്പൊ അയണൈസേഷൻ എനർജി ഇൻ ഗ്രൂപ്പ് പീരീഡ്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അയോണീകരണ ഊർജം കൂടുന്നുണ്ട്. ഗ്രൂപ്പിലാണെങ്കിൽ അയോണൈസേഷൻ എനർജി കുറയുന്നുണ്ട്. ഇലക്ട്രോൺ ഉള്ള അഫിനിറ്റി പീരീഡ്സിലാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ട് പോകുന്തോറും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പിലാണെങ്കിൽ താപ്പോട്ട് വരുന്തോറും ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് പോകുന്നു. നമുക്കറിയാം ഹാലോജൻസ്, ക്ലോറിനും ഫ്ലൂറിനും ഒക്കെ എന്താണ്? ഇലക്ട്രോൺ അഫിനിറ്റി കൂടിയതാണ്. അപ്പൊ പീരീഡ്സിൽ അങ്ങേ അറ്റത്ത് ചെല്ലുമ്പോഴാണ് 17ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളാണ് അവയൊക്കെ. സോ അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് പീരീഡ്സ് വരുമ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി. പക്ഷേ ഈ ഗ്രൂപ്പ് ആവുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതും സെയിം തന്നെയാണ്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺ അഫിനിറ്റിയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും വർക്ക് ചെയ്യുന്നത് ഒരുപോലെയാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി പീരീഡിൽ കൂടുകയും ഇലക്ട്രോൺ അഫിനിറ്റി പീരീഡിൽ കൂടുകയും ചെയ്യുന്നു. ഇലക്ട്രോൺ അഫിനിറ്റി ഗ്രൂപ്പിൽ കുറയുകയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഗ്രൂപ്പിൽ കുറയുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ? അപ്പൊ അതായത് അറ്റോമിക് റേഡിയസ് പീരീഡ്സിൽ വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം പീരീഡ്സിൽ കുറയുകയും ഇലക്ട്രോൺ അഫിനിറ്റി കൂടുകയും ചെയ്യുന്നുണ്ട്. അയോണൈസേഷൻ എനർജി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അയോണൈസേഷൻ എനർജിയും ഇലക്ട്രോൺ അഫിനിറ്റിയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും പീരീഡ്സിൽ കൂടുന്നുണ്ട്. ഗ്രൂപ്പിലാണ് എങ്കിൽ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് അങ്ങ് പറഞ്ഞു വെച്ചാൽ മതി. അറ്റോമിക റേഡിയസും അയോണിക് റേഡിയസും പീരീഡ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ആറ്റത്തിന്റെ വലിപ്പവും അയോണിക് റേഡിയസും എന്ത് ചെയ്യുന്നുണ്ട്? പീരീഡ്സിൽ ഡിക്രീസ് ചെയ്യുന്നു. അയോണൈസേഷൻ എനർജിയും ഇലക്ട്രോൺ അഫിനിറ്റിയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് പീരീഡ്സിൽ. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എല്ലാ പ്രാവശ്യവും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവൻ LP UPക്കും ചോദിക്കുന്ന പോയിന്റ്സുകളാണ് അതെല്ലാം എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കാര്യത്തിലൂടെ പഠിച്ചു പോകാം. ഇതൊക്കെ NCERT ആണ്. ഇനി നമുക്ക് നോക്കുന്നത് ഓക്സൈഡ് ഓർ ഏതാണ്, കാർബണേറ്റ് ഓർ ഏതാണ്, ഹാലൈഡ്, സൾഫൈഡ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് പഠിച്ചു വെക്കണം. നമ്മളോട് ചോദിക്കുവാണ് താഴെ പറയുന്നവയിൽ ഈ ക്രയോലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്സൈഡ് ആണോ, കാർബണേറ്റ് ആണോ, സൾഫൈഡ്, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ സൾഫൈഡ് അയിരിനെ തിരഞ്ഞെടുക്കുക. സ്ഥിരമായിട്ട് ചോദിക്കുന്നത് സിങ്ക് ബ്ലെൻഡ് ചോദിക്കും. സിങ്ക് ബ്ലെൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് സൾഫൈഡ് അയിരാണ്, അല്ലെങ്കിൽ സൾഫൈഡ് അയിരാണ്. സിങ്ക് ബ്ലെൻഡ് സ്ഥിരം 10th ലെവലിൽ ചോദിക്കണം. അസിസ്റ്റന്റ് സെയിൽസ്മാൻസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് കൺഫർമേഷൻ കൊടുക്കാത്തവരൊക്കെ കൺഫർമേഷൻ കൊടുക്കണം. ഓഗസ്റ്റിലെ കലണ്ടറിനകത്ത് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്, അല്ലാതെ മെസ്സേജും വഴി വന്നിട്ടുണ്ട്. SI പരീക്ഷ ആണെങ്കിലും ഓഗസ്റ്റ് മാസം 30-ാം തീയതിയാണ്. സോ അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷയും ഉടനെ തന്നെ അതിന്റെ പുറകെ തന്നെ കാണും. ഓഗസ്റ്റ് മാസത്തിലെ കലണ്ടറിനകത്ത് വന്നിട്ടില്ല.
അപ്പം PSC പറഞ്ഞിരിക്കുന്നത് ഒക്ടോബറിന് മുമ്പ് പരീക്ഷ നടത്തും എന്നിട്ടാണ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള പ്രിപ്പറേഷൻ ടൈമേ നമ്മൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പൊ ഓക്സൈഡ് അയിരെന്ന് പറയുന്നത്, ബോക്സൈറ്റ് എന്ന് പറഞ്ഞത് ഒരു ഓക്സൈഡ് അയിരാണ്. കുപ്രൈറ്റും ഒരു ഓക്സൈഡ് അയിരാണ്. അതായത് ഇതിന്റെ എല്ലാം അവസാനം എന്തുണ്ട്? ഓക്സൈഡ് ഉണ്ട് അല്ലെ? ഹേമറ്റൈറ്റും. അപ്പൊ ഹേമറ്റൈറ്റ്, കുപ്രൈറ്റ്, ബോക്സൈറ്റ് എന്നിവ ഓക്സൈഡ് അയിരുകൾക്ക് ഉദാഹരണമാണ്. പഠിച്ചു നോക്കണേ. ബോക്സൈറ്റ്, കുപ്രൈറ്റ്, ഹേമറ്റൈറ്റ്. സിലബസിൽ അല്ലെങ്കിലും ഉണ്ട് മെറ്റൽ, മെറ്റലോയിഡ്സ്, നോൺ മെറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇനി കാർബണേറ്റ്, മാർബിൾ ഉണ്ട്, മാംഗൻസൈറ്റ്, സിഡറൈറ്റ്. സിഡറൈറ്റ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. അയണിൻ്റെതാണ് സിഡറൈറ്റ്. സിഡറൈറ്റ് കാർബണേറ്റ് ആണ്. അയൺ കാർബണേറ്റ് ആണ് സിഡറൈറ്റ് എന്ന് പറയുന്നത്. സിഡറൈറ്റ്. മാർബിൾ കാൽഷ്യത്തിന്റെ കാർബണേറ്റ്. ഇത് മഗ്നീഷ്യത്തിന്റെ കാർബണേറ്റ് ആണ്. മഗ്നിസൈറ്റ് കാർബണേറ്റ് അയിരാണ്. ഹാലൈഡ് അയിര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂറിനോ ക്ലോറിനോ ഒക്കെ വരുന്ന ഹാലോജൻസ്. എന്താണ്? ക്രയോലൈറ്റ് ഹാലൈഡ് അയിരാണ്. ഫ്ലൂറോസ്പാർ ഒരു ഹാലൈഡ് അയിരാണ്. റോക്ക് സാൾട്ട് ഒരു ഹാലൈഡ് അയിരാണ്. സോഡിയം ക്ലോറൈഡിനെ റോക്ക് സാൾട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം റോക്ക് സാൾട്ട്, ഫ്ലൂറോസ്പാർ, ക്രയോലൈറ്റ് എന്നിവ ഹാലൈഡ് അയിരുകൾക്ക് ഉദാഹരണമാണ്. സൾഫൈഡ് അയിരുകൾക്ക് ഉദാഹരണമാണ് ഗലീന. ഗലീന ലെഡിൻ്റെതാണ്. PbS. ഇനി അയൺ പൈറൈറ്റിസും ഒരു സൾഫൈഡ് അയിരാണ്. ഇതൊക്കെ നമുക്ക് അല്ലാതെ സെപ്പറേഷനും പ്രോസസ് എക്സ്ട്രാക്ഷനകത്തൊക്കെ പഠിക്കുന്നതാണ്. സൾഫൈഡ് അയിഡുകളെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഓൾറെഡി നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഓക്സൈഡ് അയിര് എന്ന് പറഞ്ഞത് ബോക്സൈറ്റ്, കുപ്രൈറ്റ്, ഹേമറ്റൈറ്റ് എന്നിവ ഓക്സൈഡ് അയിരുകൾക്ക് ഉദാഹരണമാണ്. കാർബണേറ്റ് ആണെങ്കിൽ മാർബിൾ, മാംഗനസൈറ്റ്, സിഡറൈറ്റ്. ക്രയോലൈറ്റ് എന്തൊക്കെയാണ്? ഹാലൈഡിന്റെ അയിരാണ്. ഫ്ലൂറോസ്പാർ, റോക്ക് സാൾട്ട് എന്നിവ ഹാലൈഡ് ആണ്. ഫ്ലൂറോസ്പാർ, റോക്ക് സാൾട്ട്, ക്രയോലൈറ്റ്. ഗലീന, അയൺ പൈറൈറ്റ്, സിങ്ക് ബ്ലെൻഡ്. കൂടുതലും ചോദിച്ചിരിക്കുന്നത് സൾഫൈഡ് അയിരുകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്കൂടെ പോകാവുന്നതാണ്. ഇനിയും ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ഏത്? മീഡിയം ആയിട്ട് റിയാക്റ്റീവ് ആയിട്ടുള്ളത് ഏത്? ലെസ് ആയിട്ടുള്ള റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ഏത്? നമുക്ക് ക്രിയാറ്റിവിറ്റി അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണി എന്നൊക്കെ പറഞ്ഞ് SCRT പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം മെറ്റൽ ഓക്സൈഡ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻടു 3 ടൈപ്സ്. മോർ റിയാക്റ്റീവ്, മീഡിയം റിയാക്റ്റീവ് ആൻഡ് ലെസ് റിയാക്റ്റീവ് ആണ് വരുന്നത്. അപ്പം സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം. അത് എന്താണ്? മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. പഠിച്ചു വെക്കണം, അവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും. ഇപ്പം ഡിഗ്രി ലെവൽസിന് 21 മാർക്സിനാണ് പരീക്ഷയ്ക്കകത്ത് വരുന്നത്. സോ നല്ല ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം ആൻഡ് അലൂമിനിയം ആണ് മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ്. ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ് ഇൻടു മെറ്റൽ ആണ് ഏത് വരുന്നത്? ഈ മോർ റിയാക്റ്റീവ് മെറ്റലിന് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ് ഇൻടു മെറ്റൽ. ഇപ്പൊ മെറ്റൽ ഓക്സൈഡിനെ മെറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി മീഡിയം റിയാക്റ്റീവ് മെറ്റൽസ് ആണ് സിങ്ക്, അയണ്, ലെഡ്, കോപ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത്. സിങ്ക്, അയണ്, ലെഡ്, കോപ്പർ എന്നിവ മീഡിയം റിയാക്റ്റീവ് ആണ്. കെമിക്കൽ റിഡക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ വരുന്നു. ഇവിടെ കെമിക്കൽ റിഡക്ഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ് ഇൻടു മെറ്റൽ യൂസിങ് കോക്ക് ഉപയോഗിച്ച്. അപ്പൊ കോക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ആ ഒരു കെമിക്കൽ റിഡക്ഷൻ സംഭവിക്കുന്നത് മീഡിയം റിയാക്റ്റീവ് മെറ്റൽസിനകത്ത്. ഇപ്പം ലെസ് റിയാക്റ്റീവ് മെറ്റൽസ് ആകുമ്പോൾ തെർമൽ ഡീകമ്പോസിഷൻ ആണ് ഉപയോഗിക്കുന്നത്. താപീയ വിഘടനമാണ് അവിടെ സംഭവിക്കുന്നത് മെറ്റൽ ഓക്സൈഡ്. ഇപ്പൊ ഇവിടെ എല്ലാം മെറ്റൽ ഓക്സൈഡിനെ മെറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സും കൂടെ പറയുന്നുണ്ട്. മോർ റിയാക്റ്റീവ് മെറ്റൽ സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം ആൻഡ് അലൂമിനിയത്തിനകത്ത് ഇലക്ട്രോലൈറ്റിക് റിഡക്ഷനും മീഡിയം റിയാക്റ്റീവ് ആയിട്ടുള്ള സംഭവത്തിനകത്ത് എന്തും യൂസ് ചെയ്യുന്നുണ്ട്? കെമിക്കൽ റിഡക്ഷനുമാണ് യൂസ് ചെയ്യുന്നത്. അവിടെ കോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. കെമിക്കൽ റിഡക്ഷനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. 2 സീൻ കൂടെ കണക്ട് ചെയ്ത് വെക്കാം. കോക്ക് യൂസ് ചെയ്തിട്ട് മെറ്റൽ ഓക്സൈഡിനെ മെറ്റലാക്കുന്നതാണ്. സിങ്ക്, അയണ്, ലെഡ് ആൻഡ് കോപ്പർ. സിങ്ക്, അയണ്, ലെഡ് ആൻഡ് കോപ്പർ. അതാണ് മീഡിയം റിയാക്റ്റീവ്. ലെസ് റിയാക്റ്റീവ് ആണെങ്കിൽ ഏത് പറയണം? നമ്മുടെ Ag ആൻഡ് Hg, മെർക്കുറി ഒക്കെ അതിനകത്താണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ് ഇൻടു മെറ്റൽ ആണ് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിനകത്ത് വരുന്നത്.
അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ പേപ്പർ 1 പേപ്പർ 2 അത് 185 മാർക്കിന്റെ കോഴ്സസ് അവൈലബിൾ ആണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് ഓൾസോ നമുക്ക് സ്റ്റഡി പ്ലാൻ 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻ വീഡിയോസും PDF കൂടെ ചേർന്നിട്ട് ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. പെയ്ഡ് ഗ്രൂപ്പാണ്. അവിടെ നമ്മൾക്ക് 599 ആണ്. 10th മെയിൻസ് അസിസ്റ്റന്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. അത് നിങ്ങൾക്ക് 599. ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട മാത്സ് ഒഴിച്ച് ബാക്കി ടോപ്പിക്സ് 185 മാർക്കിന്റെ ടോപ്പിക്സ് നമുക്ക് ലൈവ് സെഷൻസ്, റെക്കോർഡ് സെഷൻസ്, PDF, നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾക്ക് എന്താണ് പറയുന്നത് 999 ആണ്. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഒരു സെക്കൻഡ് ഞാൻ കാണിച്ചു തരാവേ. എത്രയും പെട്ടെന്ന് പഠിക്കാനുള്ളവർ പഠിച്ചു തുടങ്ങുക. ഇനി സംശയപ്പെട്ട് ഇരിക്കുന്നവരൊക്കെ പേപ്പർ 1 എങ്കിലും പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാര്യം ഇതെല്ലാം കൂടെ ടൈം ടേബിൾ വന്നു കഴിഞ്ഞാൽ ആകെപ്പാടെ നിങ്ങൾക്കൊരു 2 മാസം പോലും പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടത്തില്ല. ലാസ്റ്റിൽ കിടന്ന് വെപ്രാളം പിടിക്കരുത്. പല ആൾക്കാരും കട്ട് ഓഫ് ഒക്കെ കൂട്ടി കൂട്ടി പറയും. നിങ്ങൾ അത് മൈൻഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും നഷ്ടം വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ടോപ്പിക്സ് അല്ലെങ്കിൽ PDF ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. NCERTക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ശരി, എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.